തലവച്ചുപാറ ഗ്രാമനിവാസികൾക്ക് പട്ടണത്തിലെത്തണമെങ്കിൽ വനപാതയിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കണമായിരുന്നു. ഈ വനപാതയിൽ ആളുകളെ കൊള്ളയടിച്ചിരുന്ന 2 കൊള്ളക്കാരുണ്ടായിരുന്നു. ഇങ്ങനെയാണേൽ ആശാന്റെ പേരും ഈ ഞാൻ എഴുതി ചേർക്കും. എവിടെ? ചായക്കടയിലെ പറ്റുബുക്കിലാണോ? അല്ല ആശാനെ, പഞ്ചതന്ത്രം കഥയില് ആശാൻ ഒരു സംഭവമല്ലേ. കരടിതന്ത്ര കഥകൾ എന്ന പേരിൽ നീ പുതിയതൊന്ന് എഴുത്. എന്റെ വീരസാഹസിക കഥകൾ എല്ലാരും അറിയട്ടെ. അതിബുദ്ധിമാനും ശക്തനുമായ അങ്ങ് ഒറ്റയടിക്ക് ഒരു മാൻകിടാവിനെ നിലത്തു വീഴ്ത്തിയെന്ന് ആദ്യ വരിയായി കുറിക്കട്ടെ. അതിന് ഞാൻ ഇതുവരെയും ഒരു മാൻകിടാവിനെയും ഒറ്റയടിക്ക് വീഴ്ത്തിയിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ ആശാനെ വീരനായകനാക്കാൻ നമ്മൾ ചുമ്മാതങ്ങ് എഴുതുവല്ലേ. അത് ശരി, ചുമ്മാ ചുമ്മാ. എന്നാ പിന്നെ ഈ കരടി ആശാൻ ഒറ്റയടിക്കൊരു സിംഹത്തെ വീഴ്ത്തിയെന്ന് ചുമ്മാതങ്ങ് കീച്ച്. എന്തായാലും താൻ എഴുതുന്നത് നുണയാണല്ലോ. ഓ, സിംഹം, ആശാന്റെ ആശ കൊള്ളാം. അത് വേണ്ട, സിംഹത്തെ തൊട്ടുള്ള കളി വേണ്ട. സിംഹരാജൻ ഈ കഥ വായിച്ച നമ്മുടെ കാര്യം കട്ടപ്പോക. ആരോ വരുന്നുണ്ട്. ആശാനെ, വിടരുതവരെ. വരൂ, എല്ലാം നമുക്ക് തട്ടിയെടുക്കണം. ഒറ്റയടിക്ക് ഞാൻ വീഴ്ത്തട്ടെ അവരെ. ആശാൻ അതിന് കഴിയും. ആശാനെ കൊണ്ടേ കഴിയൂ. അയ്യോ, കരടി കരടി എന്നെ കൊല്ലാൻ വരുന്നേ. എന്റെ പൊന്നടാവേ, പണിപാളിയല്ലോടാ. എന്താ ആശാനെ? ഇത് മുഴുവൻ ചുള്ളിക്കമ്പാണല്ലോടാ. ചുള്ളിക്കമ്പോ? എന്റെ പൊന്നാശാനെ, ഇത് കരിമ്പാ. ഇരുമ്പോ? ഓ, ഇരുമ്പല്ല, കരിമ്പ്. നല്ല മധുര കരിമ്പ്. ഓഹോ, എന്നാൽ ഇന്നത്തെ കാര്യം കുശാൻ. യാത്രക്കാരിയായ സ്ത്രീയെ ഭയപ്പെടുത്തി ഓടിച്ച് അവര് കച്ചവടത്തിനായി കൊണ്ടുപോയ കരിമ്പ് മുഴുവൻ കൈക്കലാക്കിയ കരടി ആശാനും കുറുക്കനും അടുത്ത ദിവസം പുതിയ ഇരയെയും കാത്തിരിപ്പായി. ഇന്നലെ കഴിച്ച ഇരുമ്പ് ഇനിയും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ കുറുക്കച്ച? ഹോ, മണ്ടൻ. ഇരുമ്പല്ല ആശാനെ, കരിമ്പ്. സാരമില്ല, ബുദ്ധിയില്ലേലും ശക്തി ഉണ്ടല്ലോ. എന്താടോ പറഞ്ഞേ? അല്ല, ഭയങ്കര ബുദ്ധിയാണെന്ന് പറയായിരുന്നു. ആശാൻ കരടിയല്ല, കയറ്. അല്ല, പയറാണ്. പയർ. പയറോ? എന്ത് പയറ്? പയറല്ല ആശാനെ, പയർ. തീ. ഒരാള് വരുന്നുണ്ട്. ആശാനെ, ചാടി വീഴ്. ചാടി വീണ് കൈയും കാലും ഓടിക്കാനൊന്നും ഞാനില്ല. എന്നാ പതിയെ ചെന്ന് അയാളെ പിടിക്ക്. അയ്യോ, ഈ വഴിയിൽ മൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടെന്ന് ആളുകൾ പറയുന്നത് ശരിയാണല്ലോ. അയ്യോ, രക്ഷിക്കണേ, അയ്യോ. വിളിച്ചോ വിളിച്ചോ. എത്ര വിളിച്ചു കൂവിയാലും തന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. ഇത് എവിടുന്നാണ് നല്ല കാട്ടുതേനിന്റെ മണം? ആശാനെ, ഈ പാത്രത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. നോക്കട്ടെ.
ഹായ് നല്ല തേൻ. ഹാ, തേൻ തുള്ളി, ഹായ് തേൻ തുള്ളി, മധുരം മധുരം തേൻ തുള്ളി, ഹായ് ഹായ് ഹായ്. ആശാനെ എനിക്കും തായോ. വനപാതയിലൂടെ വരുന്ന ആളുകളെ കൊള്ളയടിച്ചുകൊണ്ടുള്ള കരടി ആശാന്റെയും കുറുക്കന്റെയും കാട്ടിലെ സുഖവാസം മുന്നോട്ടു പോകവേ ഒരു ദിവസം കുറുക്കച്ച, നമ്മുടെ താവളം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? വല്ല പുതിയ താവളവും കണ്ടുപിടിക്കണം. വേണ്ട ആശാനെ, ആശാനുള്ളപ്പോ ഏത് ഇരയെയും നമ്മൾ കീഴടക്കും. നമുക്ക് ഈ താവളം തന്നെ മതി. കുറുക്കച്ചോ, താനത് കണ്ടോ? എന്തോ തൂക്കിപ്പിടിച്ചോണ്ടൊരാൾ വരുന്നുണ്ട്. ആശാനെ, അയാളുടെ കയ്യിലിരിക്കുന്ന ചാക്കിനകത്ത് കാട്ടുതേനാണെന്ന് തോന്നുന്നു. ഹോ, വീണ്ടും തേൻ. ആളുകൾ എന്നും ഇങ്ങനെ തേൻ കൊണ്ട് വന്നിരുന്നെങ്കിൽ. ഹോ, ആശാന്റെ ഭാഗ്യം. എന്നും ഈ വഴി കോഴിയുമായി ആരെങ്കിലും വരണേ എന്നാണ് എന്റെ ചിന്ത. ഒരു കരടിയും കുറുക്കനും വഴിയിൽ നിൽപ്പുണ്ടല്ലോ. ഇവരാണോ ഇതുവഴി പോകുന്നവരെ ഉപദ്രവിക്കുന്നത്? എങ്കിൽ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. ദേ, അയാൾ ഓടുന്നു. അയാളുടെ കയ്യിൽ നിന്ന് വഴിയിൽ എന്തോ വീണിട്ടുണ്ടല്ലോ. വേഗം വാ, നമുക്ക് നോക്കാം. ആഹാ, നല്ല തേൻ. തേനോ? നോക്കട്ടെ. ഇത് ശരിക്കും തേൻ തന്നെ. ഇതിനിത്തിരി കനം കൂടുതലുണ്ടല്ലോ. ചിലപ്പോ വൻതേനായിരിക്കും. ഹായ് ഹായ്, എന്തൊരു മധുരം, എന്താ ടേസ്റ്റ്. ആഹാ. ഇതിന് ഒട്ടലുണ്ടല്ലോ. ഇത് തേനോ പശയോ? അയ്യോ, അമ്പട ആശാനെ, എനിക്ക് തരാതെ തേൻ കുടിച്ചു മത്ത് പിടിച്ച് കിടക്കുവാണല്ലേ. എനിക്കും വേണം തേൻ. ആഹാ, തേൻ കുടിച്ചു മത്ത് പിടിച്ചപ്പോ എന്നോട് എടുക്കരുതെന്നോ അമ്പടാ. അയ്യോ പശ. നാളുകളായി അനേകരെ കൊള്ളയടിച്ച് സുഖിച്ചു കഴിഞ്ഞിരുന്ന കരടിയും കുറുക്കനും അന്നൊരു കാര്യം മനസ്സിലാക്കി. മറ്റുള്ളവരോട് ചെയ്യുന്ന ദ്രോഹത്തിന് ഒരിക്കൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടുമെന്ന്. പഴയതുപോലെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. നല്ല മുയലിനെയോ മാനയോ കിട്ടിയ കാലം മറന്നു. അതൊക്കെ ഒരു കാലം. മലയോളം ആഗ്രഹിച്ചപ്പം എലിയോളം. എലിയെങ്കി എലി. കപ്പയും എലി ഫ്രൈയും. ഇന്നത്തെ കാര്യം കുശാൽ. നീ ആളാടാ? നിന്നെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്താടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ട്. അല്ലേ വേണ്ട.
തിന്നാൻ പോകുന്ന യവന്റെ ഊരും പേരും അറിഞ്ഞിട്ടിപ്പ എന്തിനാ? ഇവിടെ ഭയമല്ല, ബുദ്ധിയാണ് വേണ്ടത്. എത്ര വലിയ കൊമ്പനെയും ബുദ്ധി കൊണ്ട് നേരിടാമെന്ന് അമ്മ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ശ്രമം നടത്തി നോക്കാം. അതെ കുറുക്കച്ച, ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോവുകയാ. കരടിപ്പോത്തോ? അതെന്ത് ജീവി? അതോ, കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ജീവിയാ. കുറുക്കന്റെ ഇറച്ചിയാണ് ഇഷ്ട ഭക്ഷണം. യവൻ പറയുന്നത് സത്യമാകുമോ? അങ്ങനെയും ഒരു ജീവി ഉണ്ടോ? കരടിപ്പോത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ കുറുക്കച്ചൻ എന്റെ കൂടെ പോര്, നമുക്കൊരു പാട്ടൊക്കെ പാടി പോകാന്നേ. അയ്യോ, വരാമായിരുന്നു. ഇന്ന് എന്റെ ഒരു ബന്ധുവിന്റെ പിറന്നാളാണ്. അങ്ങോട്ട് പോകുക. നീ പൊക്കോ. അയ്യോ, അതിന്റെ പേര് കേട്ടപ്പോഴേ തല കറങ്ങുന്നു. വേഗം നടക്കാം. കുറെ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ചെറിയ മൊയില് കുഞ്ഞെങ്കിലും ഈ വഴി പോയിരുന്നെങ്കിൽ. ഓ, വിശക്കുന്നല്ലോ. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. റൂട്ട് മാറ്റാം. ആഹാ, കൊള്ളാവല്ലോ. എലി എങ്കി എലി. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഒരാളുടെ മുന്നിൽ വന്നാണോ ചാടുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നെ കണ്ട സാധാരണ ചെറിയ ജീവികളെല്ലാം ഭയപ്പെടാറുണ്ട്. ഓഹോ, നിന്നെ കണ്ടിട്ടേ കുളിച്ച് കുട്ടപ്പനായിട്ടുള്ള ഒരു സുന്ദരനായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലെന്നേ. പിന്നെ? ഓ, ഒന്നും മനസ്സിലാവാത്തതുപോലെ. ഇവനാളൊരു പൊട്ടനാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചാൽ സുഖമായി രക്ഷപ്പെടാം. ഓ ശരി ശരി, നീ ഒരു സംഭവം തന്നെ. ഇനി എന്തോ വേണം? എനിക്ക് നിന്നെ തിന്നണം. ഞാനേ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. കരടിപ്പോത്തോ? അതെ, കരടിയുടെ ഉടലും പോത്തിന്റെ തലയും. പക്ഷികളാണ് എന്റെ ചങ്ങാതിയുടെ ഇഷ്ട ഭക്ഷണം. നീയും പോരെ, നമുക്കൊരു പാട്ടൊക്കെ പാടി പതിയെ അങ്ങ് പോവാ. നിന്നെ എന്റെ ചങ്ങാതിക്ക് ഒത്തിരി ഇഷ്ടമാവും. വാ. അയ്യോ എലിക്കുട്ട, എനിക്ക് നല്ല സുഖമില്ല. പനിയാ, ചെറിയ ചുമയും ഉണ്ട്. നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. മണ്ടൻ, എന്ത് പൊട്ടത്തരവും വിശ്വസിക്കുന്നവർ ഇവിടെ ഉള്ളത് എന്റെ ഭാഗ്യം. ഓ, നീയായിരുന്നു. നിനക്കെന്താടാ? എന്നെ കണ്ടിട്ട് പേടിയാകുന്നില്ലേ? അയ്യോ ഞാൻ പേടിച്ചേ, അയ്യോ ഞാൻ പേടിച്ചേ. 2 പ്രാവശ്യം പേടിച്ചു. നീ ഒന്നുകൂടെ പേടിക്കട്ടെ. നീ എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ അല്ലല്ല, ഞാൻ പേടിച്ചതാ. ഇവനെയും എങ്ങനെയെങ്കിലും ഓടിച്ചേ പറ്റൂ. ഹേ, നീ എന്താ ഇങ്ങനെ നോക്കി നിന്ന് എന്നെ ഭംഗി കാണുവാണോ? ഞാൻ നിന്നെ വിഴുങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുവായിരുന്നു. ഓഹോ, എങ്കിൽ നീ കുറച്ച് കാത്തിരിക്കണം. എന്തിന്? ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുക. കരടിപ്പോത്തോ? അതാരാ? അതോ, കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ഒരു ജീവി. എല്ലില്ലാത്ത ഇറച്ചിയാണ് അവന് പ്രിയം, പ്രത്യേകിച്ച് പാമ്പിന്റെ. അതാരാ? അങ്ങനെ ഒരു ജീവി ഉണ്ടോ? ഉണ്ടായത് കൊണ്ടല്ലേ പോകുന്നേ. നീയും കൂടെ വാ, നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. അയ്യോ ചങ്ങാതി, ഇന്ന് പറ്റില്ല. നീ പൊയ്ക്കോ പൊയ്ക്കോ. ഹാവ്, രക്ഷപ്പെട്ടു. നാ, 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 നാ. അയ്യോ, ഞാനാരാ? അല്ലല്ല, ഇതാരാ? അല്ല, നീ ആരാ? നീ ഒരു എലിയാണല്ലേ? ഇവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം. ചോദിച്ചത് നീ കേട്ടില്ലേ? അതെ,
ഞാൻ എലിയാണ്. അതിന് നിനക്കെന്താ വേണ്ടത്? എന്തു പറഞ്ഞു നീ? എന്നെ അപമാനിക്കാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അത് നീ ധൈര്യമുള്ളവന്റെ മുന്നിൽ പോകാത്തത് കൊണ്ട് തോന്നുന്നതാ. നിന്നെ ഞാൻ ഓ പിന്നെ, ഒന്ന് പോടാ ഭീകര. ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? ഈ വനത്തിലെ സകല ജീവികളും എന്നെ കണ്ടാൽ ഭയപ്പെടും. നുണ പറയാതെ. എങ്കിൽ തെളിയിച്ചു കാണിക്കൂ. ശരി, നീ എന്റെ പിന്നാലെ വാ. ഞാൻ ആരാന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ. എന്നാൽ അതൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ. ഹേ, അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ചെയ്യരുത്. ഇവൻ ആളൊരു സംഭവമാണെന്ന് തോന്നുന്നല്ലോ. ഹേയ്, അവൻ പറഞ്ഞത് സത്യമാണല്ലോ. ഏ, ഇവൻ ആള് നിസാരനല്ലല്ലോ. അയ്യോ, അത് എലി പറഞ്ഞ അവന്റെ ചങ്ങാതി കരടിപ്പോത്തല്ലേ? ഞാനൊരു പാവം കരടിയാണേ. അയ്യോ, എന്നോട് ക്ഷമിക്കണേ. അറിവില്ലാതെ വെല്ലുവിളിച്ചതാണേ. അങ്ങയുടെ ശക്തി എനിക്ക് ബോധ്യമായി. എന്നെ പോകാൻ അനുവദിക്കണം. ശരി, ഞാൻ ക്ഷമിച്ചു. ഇനി എന്റെ മുന്നിൽ വരരുത്. പൊയ്ക്കോ. പൊട്ടനും പോയി, മണ്ണനും പോയി, ജീവനും കിട്ടി. ഇവിടെയാണല്ലോ ആ കരടിയാശാന്റെ തേൻ ശേഖരം. ഇന്ന് അതടിച്ചു മാറ്റണം. ഓ, പക്ഷേ ആ കരടി ഇപ്പോഴിവിടെ ഉണ്ടല്ലോ. ഏതായാലും കാര്യങ്ങൾ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിക്കാം. ഇന്നെന്തായാലും വയറു നിറയെ തേൻ കിട്ടി. മിച്ചമുള്ളത് ശേഖരിച്ചു വെക്കാം. ഭാവിയിൽ ഉപയോഗിക്കാമല്ലോ. എനിക്കിങ്ങനെ ഒരു തേൻ ശേഖരമുള്ളത് ഒരുത്തർക്കും അറിയില്ല. തെക്കേക്കുന്നിലെ കാട്ടാറിപ്പോയൊന്ന് മുങ്ങിക്കുളിച്ചു വരാം. എന്നിട്ടു വേണം ഒന്ന് സുഖമായി ഉറങ്ങാൻ. ഇനി ഇവിടെ നിന്ന പണി പാളും. എത്രയും വേഗം ഇതെന്റെ താവളത്തിലെത്തിക്കണം. എന്നിട്ടു വേണം ഇത് മുഴുവൻ ചാപ്പിടാൻ. എന്തായാലും ഇന്നത്തെ ദിവസം മോശമായില്ല. അല്ലെങ്കിലും മോഷണത്തിനിറങ്ങിയാൽ ഒറ്റ ദിവസം പോലും ഞാൻ വെറും കൈയോടെ മടങ്ങിയിട്ടില്ല. അയ്യോ, അന്നം ശേഖരിച്ചു വെക്കുന്നതിൽ ഒരു കഥയുമില്ല. അത് കട്ടെടുത്ത് കഴിക്കുന്നതിലാണ് ബുദ്ധിവൈഭവം. ഇത് കൊള്ളാമല്ലോ. എത്ര എളുപ്പത്തിലാണ് കുറുക്കൻ ചേട്ടൻ ഈ കരടിയാശാന്റെ തേൻകൂടുകൾ അടിച്ചു മാറ്റിയത്. കുറുക്കൻ ചേട്ടൻ ആളൊരു സൂത്രശാലി തന്നെ. എനിക്ക് കുറുക്കൻ ചേട്ടനോട് ആരാധന തോന്നുന്നു. മോഷണം ശരിക്കും ഒരു കല തന്നെ. കുറുക്കൻ ചേട്ടൻ അതിന്റെ ഉസ്താദും. എനിക്കും ഈ കല പഠിക്കണം. കുറുക്കൻ ചേട്ടൻ എന്നെ ശിഷ്യനാക്കുമോ എന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് മുട്ടി നോക്കാം, നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ചേട്ടാ, ചേട്ടനൊരു മഹാൻ തന്നെ.
എന്താ നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനൊരു മഹാനാണെന്നോ? ഇന്നോളം ആരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകും. കളി എന്നോട് വേണ്ട. ചേട്ടാ, ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, സത്യമാ. എനിക്ക് ഒരു ദുരുദ്ദേശവുമില്ല. അല്ലറ ചില്ലറ മോഷണവും വെട്ടിപ്പും തട്ടിപ്പുമായി നടക്കുന്ന ഞാൻ മഹാനാണെന്നൊക്കെ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഡേയ് എന്തെങ്കിലും തരികിട കാട്ടി എന്നെ കൊടുക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. വേഗം സ്ഥലം കാലിയാക്കിക്കോ, അതാ നല്ലത്. ചേട്ടാ, ചേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഞാൻ ചേട്ടന്റെ ഒരു ഫാനാ. ചേട്ടൻ ഈ കളിയിൽ ഒരു മഹാനാണ്. ഞാൻ സത്യമാണ് പറയുന്നത്. ചേട്ടൻ മോഷ്ടിക്കുന്നത് ഞാൻ എന്റെ മാളത്തിലിരുന്ന് കണ്ടു. അങ്ങനെയാണ് എനിക്ക് ചേട്ടനോട് ആരാധന തോന്നിയത്. എടാ, ഞങ്ങൾ കുറുക്കന്മാരെല്ലാം മഹാബുദ്ധിശാലികളാ. കുടുംബപരമായി തന്നെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ ബുദ്ധിയുടെ തലതൊട്ടപ്പനുമാ, അറിയാമോ? ചേട്ടൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പിന്നെ ചേട്ടാ, എന്നെ കൂടി ചേട്ടന്റെ ശിഷ്യനാക്കാമോ? എനിക്ക് മോഷണം പഠിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. നിന്നെ പോലെ ഇത്തിരി പോന്ന ഒരു എലിയെ എന്റെ ശിഷ്യനാക്കാനോ? ഇതിനായിരുന്നോ നീ എന്നെ പുകഴ്ത്തിയത്? നീ ആള് കൊള്ളാമല്ലോടാ. ചേട്ടാ, അങ്ങനെയൊന്നും അല്ല. ഞാൻ ശരിക്കും ചേട്ടന്റെ ഒരു ഫാനാ. ചേട്ടൻ എന്നെ ശിഷ്യനാക്കണം പ്ലീസ്. ഏതാ, ഇതൊക്കെ പഠിക്കണമെങ്കിലേ വലിയ ബുദ്ധിയും ശക്തിയും തടിവെടുക്കും മെയ്വഴക്കവും ഒക്കെ വേണം. നിനക്കിത് വല്ലതും ഉണ്ടോ? അതൊക്കെ ശരിയാ ചേട്ടാ. പക്ഷേ എന്നെ ചേട്ടന്റെ ശിഷ്യനാക്കിയാൽ ഞാൻ ചേട്ടന് നല്ലൊരു സഹായി ആയിരിക്കും. മോഷ്ടിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ചേട്ടന് കാണിച്ചു തരാം. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. മോഷണം നടത്താനുള്ള സ്ഥലങ്ങളെപ്പറ്റിയൊക്കെ ഇവൻ അറിയാമായിരിക്കും. ശിഷ്യനാക്കിയാൽ ഇവനെ കൊണ്ട് എനിക്ക് പല ഗുണങ്ങളും ഉണ്ടാകും. എന്തായാലും ഇവനെ കൂടെ കൂട്ടാം. കിട്ടുന്നതിൽ ചെറിയൊരു പങ്ക് കൊടുത്താൽ മതിയല്ലോ. മോഷണകല എന്നാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. താത്വികമായ കുറേ കാര്യങ്ങൾ പഠിക്കണം. തിയറി ആൻഡ് പ്രാക്ടിക്കൽ. പിന്നെ ഇതിനൊക്കെ നല്ല മെയ്വഴക്കവും വേണം. അതിനുള്ള പരിശീലനമൊക്കെ ഞാൻ നിനക്ക് വഴിയേ തരാം. അങ്ങനെ ആകട്ടെ ആശാനെ. ആശാൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഇന്നത്തെ നമ്മുടെ ഓപ്പറേഷനിൽ നിന്ന് നിനക്ക് മോഷണത്തിലെ പുതിയ ചില പാഠങ്ങൾ കൂടി പഠിക്കാം. എല്ലാം ആശാൻ പറയുന്ന പോലെ. എന്റെ പഴയ ചില ഓപ്പറേഷൻസ് ഒക്കെ നീ ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരു ദിവസം ഞാൻ ഒരിടത്തൊരു കോഴിയെ മോഷ്ടിക്കാൻ പോയി. മനുഷ്യർ ധാരാളമുള്ള സ്ഥലം. ധീരനായി എനിക്കുണ്ടോ പേടി. സൂത്രത്തിൽ ഞാൻ കൂട്ടിക്കയറി കോഴിയെ പിടിച്ചു. കോഴി കിടന്ന് ചില കാറലൊക്കെ ഉണ്ടാക്കി. അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. അപ്പോഴാണ് എന്റെ പുറകെ കുറെ ആളുകൾ ഓടിക്കൂടിയത്. ആളുകളോ? അടി കിട്ടിയോ ആശാനെ? അല്ലല്ല, കോഴികളാ പിറകെ വന്നത്. അയ്യോ അയ്യോ കൊല്ലല്ലേ, അയ്യോ 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 കൊല്ലല്ലേ കൊല്ലല്ലേ. അത് നല്ലൊരു ഓപ്പറേഷൻ ആയിരുന്നു. ഒരു കോഴിയെ പിടിക്കാൻ പോയ എനിക്ക് ഒരുപാട് കിട്ടി. എന്ത് അടിയോ? അല്ലല്ല, കോഴികൾ. അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പോഴും കണ്ണീന്ന് വെള്ളം വരും. കണ്ണിൽ നിന്നും? കണ്ണിൽ നിന്നല്ലടാ, വായിൽ നിന്ന്. രുചി ഓർത്തിട്ടേ
ആശാൻ ഒരു കിടിക്കാച്ചി സംഭവം തന്നെ. അത് പിന്നെ പറയണോ? പിന്നെ വേഗം വാ, നമുക്ക് ആ പുലിമടയിൽ പോയി അവിടെയുള്ള ഇറച്ചിയൊക്കെ അടിച്ചു മാറ്റണം. പുലിക്കുട്ടന്മാരെല്ലാം നീരാടാൻ പോയിരിക്കുകയാ. റെഡി, 1, 2, 3. ഇന്നത്തെ ഓപ്പറേഷൻ വലിയ വിജയമായിരുന്നു. നല്ല ചൂടിറച്ചിയല്ലേ അടിച്ചു മാറ്റിയത്. ഇന്നത്തേത് ഒന്നാന്തരം ഒരു സദ്യ തന്നെയായിരുന്നു. ഈ പുലികളെല്ലാം ബുദ്ധിയില്ലാത്ത വർഗം തന്നെ അല്ലേ ആശാനെ? അല്ലെങ്കിൽ ഇറച്ചിയും വെച്ചിട്ട് എവിടെയെങ്കിലും പോകുമോ? മണ്ടന്മാർ കഴുതകളെ പോലെ പണിയെടുക്കും. എന്നെപ്പോലെ ബുദ്ധിമാന്മാർ മെയ്യനങ്ങാതെ ജീവിക്കും. ശരിയാ ആശാനെ. ബുദ്ധിമാന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ഭൂലോകം അവർക്കുള്ളതാകുന്നു. ആമേൻ. ഇനി നമുക്ക് നാളത്തെ ഓപ്പറേഷനെ പറ്റി ചിന്തിക്കാം. അത് ഇന്നത്തെക്കാൾ ഭംഗിയാക്കണം. അതിനുള്ള വഴിയും ഞാൻ കണ്ടിട്ടുണ്ട്. ആശാനെ, ഏതാണ് ലൊക്കേഷൻ? ചുറ്റുപാടൊക്കെ ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടോളണം. ആ കള്ളക്കുറുക്കനെ കാരണം ജീവിക്കാൻ വയ്യാതായിരിക്കുന്നു. നമ്മുടെ ഗുഹകളിൽ കയറി അവൻ ഭക്ഷണം മോഷ്ടിക്കും. ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരുന്നാലും അവൻ അതടിച്ചു മാറ്റും. ശരിയാണ്. എന്റെ മടയിൽ നിന്ന് അവൻ എത്ര തവണ മോഷണം നടത്തിയിട്ടുണ്ടെന്നോ. അവനെ ഒതുക്കിയില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയാതെയാകും. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അവൻ എന്റെ വാലിൽ കുരുക്കിട്ട ശേഷം ഞാൻ പറിച്ച പഴങ്ങൾ മുഴുവൻ തട്ടിക്കൊണ്ടുപോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്കും അവനെ കൊണ്ട് ശല്യമുണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി സിംഹരാജാവിനോട് ചെന്ന് പരാതി പറയാം. അതേ ഉള്ളൂ ഇതിനൊരു പരിഹാരം. രാജാവേ, അവന്റെ മോഷണം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചു തരണം. ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല. അങ്ങ് ഞങ്ങളെ കൈവിടരുത്. നിങ്ങളുടെ ആവലാതികളും വിഷമങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ കള്ളക്കുറുക്കൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മഹാസൂത്രശാലിയാണ്. എന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിച്ച് അവനെ കീഴ്പ്പെടുത്താൻ കഴിയൂ. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് നമുക്ക് കുറച്ചു ദൂരെ പോകണം. ഇത് നല്ലൊരു ഓപ്പറേഷൻ ആയിരിക്കും. നമ്മുടെ ബുദ്ധിശക്തിയുടെ ഫലം കൊയ്യാൻ പോവുകയാണ്. ആശാന്റെ കൂടെ എന്തിനും ഞാനുണ്ട്. അങ്ങയുടെ ശിഷ്യനായിരിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. കുറെ നേരമായല്ലോ ആശാനെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. ലക്ഷ്യമെത്താറായോ ആശാനെ? ഇനിയും കുറെ കൂടി നടക്കാനുണ്ട് ശിഷ്യ. കാലൊക്കെ വേദനിച്ചു തുടങ്ങി ആശാനെ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതിനൊക്കെ നല്ല മെയ്വഴക്കം വേണമെന്ന്. കൂട്ടുകാരെ, അവർ വരുന്നുണ്ട്. നിങ്ങൾ തുടങ്ങിക്കോ. ചേട്ടാ, നമ്മുടെ സിംഹരാജാവിന്റെ ഗുഹയിൽ ഇഷ്ടം പോലെ ഇറച്ചിയും ധാന്യങ്ങളും പഴങ്ങളും ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോ സിംഹരാജാവ് അവിടെ ഇല്ലേ? ഇല്ല, അദ്ദേഹം അക്കരെക്കാട്ടിൽ നായാടാൻ പോയിരിക്കയാണ്. ഇനി 2 ദിവസം കഴിഞ്ഞേ മടങ്ങി വരികയുള്ളൂ. എന്തായാലും എന്റെ വയറ്റിൽ ഇനി ഭക്ഷണം കഴിക്കാൻ ഇടമില്ല. ഇന്നൊരു നല്ല സദ്യയുണ്ടായിരുന്നു. ഹോ, എന്റെ അവസ്ഥയും അത് തന്നെയാണ് ചേട്ടാ. വയറു വീർത്ത് പൊട്ടാറായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം ആരോടും പറയണ്ട. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വന്ന് കഴിക്കാം. സിംഹരാജാവ് 2 ദിവസം കഴിഞ്ഞല്ലേ വരികയുള്ളൂ. ശരിയാണ്, ഞാനും അത് പറയാനിരിക്കയായിരുന്നു. സംഗതി കാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. നമുക്ക് ഇക്കാര്യം ആരോടും പറയണ്ട. ആശാനെ, ആ മുയലും പുലിയും തമ്മിൽ പറയുന്നത് കേട്ടോ? അവർ രഹസ്യം പറയുകയാണ്. സംഗതി സത്യമാണെങ്കിൽ നമുക്ക് പോയി അത് അടിച്ചു മാറ്റാം. ശരിയാണ്. ഇവിടെ അടുത്താണ് ആ സിംഹരാജാവിന്റെ ഗുഹ. കൂടുതൽ നടക്കുകയും വേണ്ട. എന്നാൽ
ഇന്നത്തെ ഓപ്പറേഷൻ അവിടെ തന്നെ ആക്കാം. ആ പുലിയും മുയലും എന്തൊരു മണ്ടന്മാരാണ്. പരസ്യമായി രഹസ്യം പറയുന്നത് കണ്ടില്ലേ? ഇക്കാലത്ത് ഒരുത്തനും ഒരു ബുദ്ധിയുമില്ല ആശാനെ. ബുദ്ധിയുടെ കാര്യത്തിൽ ആശാൻ ഒരു കിടുവാണ്. ആ, നീ പുറത്ത് കാവൽ നിന്നോ, ഞാൻ അകത്ത് പോയി ഓപ്പറേഷൻ തുടങ്ങാം. ശരി ആശാനെ, ഞാൻ ഇവിടെ നിന്നോളാം. എടാ നിന്നെ ഞാൻ അയ്യോ അയ്യോ, ആശാന്റെ വിളിയാണല്ലോ കേൾക്കുന്നത്. വല്ല അപകടവും പറ്റിയോ എന്തോ. അകത്തേക്ക് പോയി നോക്കണോ? അല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിലും എനിക്ക് ആശാന്റെ അത്രയും മെയ്വഴക്കമൊന്നും ഇല്ലല്ലോ. എത്രയും പെട്ടെന്ന് ഇവിടെ നോടി രക്ഷപ്പെടാം, അതാ നല്ലത്. അയ്യോ കരടിച്ചേട്ടൻ എന്നെ അനുഗ്രഹിക്കണം. അയ്യോ